നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല വസ്തുക്കളുടെയും ഔഷധ ഗുണങ്ങളെപ്പറ്റി നമ്മളിൽ പലരും ബോധവാന്മാരല്ല. ഉദാഹരണത്തിന് ജാതിക്ക. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജാതിക്കയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ സരിത മേനോൻ, കൺസൾട്ടന്റ്, ജൂബിലി ആയുർവേദ മിഷൻ ഹോസ്പിറ്റൽ, തൃശൂർ. പൊതുവേ നമ്മൾ ജാതിക്ക ഉപയോഗിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളുടെ രുചിയും മണവും കൂട്ടുന്നതിന് വേണ്ടിയാണ്. പക്ഷേ അത് മാത്രമല്ല അതിൻ്റെ ഗുണങ്ങൾ. ഇതിനപ്പുറത്തേക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് ജാതിക്ക. ജാതിക്കയുടെ പുറന്തോട്, ജാതിപത്രി, ജാതിക്കയുടെ കുരു, ഇതെല്ലാം നമുക്ക് ഏറെ ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജാതിക്കയുടെ പുറന്തോട് കൊണ്ട് നമ്മൾ അച്ചാറ്, ചട്നി, ചമ്മന്തി ഇതെല്ലാം ഉണ്ടാക്കി ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇത് പ്രോബയോട്ടിക്സിൻ്റെ ഒരു കലവറ തന്നെയാണ്. പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയകളെ വർദ്ധിപ്പിച്ച് ദഹനശക്തിയെ മെച്ചപ്പെടുത്താൻ ഏറെ സഹായിക്കുന്ന ഒന്നാണ് പ്രോബയോട്ടിക്സ്. ജാതിക്കയുടെ പുറന്തോടിൽ പ്രോബയോട്ടിക്സ് വളരെയധികം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജാതിപത്രി, ജാതിക്കുരു, ഇതിൽ നിന്നൊക്കെ എടുക്കുന്ന തൈലം സന്ധിവേദനയ്ക്കും പേശിവേദനയ്ക്കും നല്ലൊരു ഔഷധമാണ്. ഇത് അല്പം എള്ളെണ്ണയുമായി ചേർത്ത് സന്ധികളിലും പേശികളിലും പുരട്ടുന്നത് സന്ധിവേദന കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നു. അതുപോലെ തന്നെ ജാതിപത്രി പാലിലും തേനിലും മിക്സ് ചെയ്ത് അരച്ച് ഒരു പേസ്റ്റാക്കി മുഖത്ത് പുരട്ടുന്നത് മുഖം നല്ലപോലെ തിളങ്ങുന്നതിനും അതുപോലെ മുഖക്കുരു അകറ്റി നിർത്തുന്നതിനും ഏറെ സഹായകമാണ്. ജാതിക്കയുടെ കുരു ഉണക്കി പൊടിച്ച് ഒരു നുള്ളെടുത്ത് അത് ഒരു ചെറു ചൂടുള്ള ഒരു ഗ്ലാസ് പാലും കലക്കി രാത്രി കിടക്കാൻ നേരം കഴിക്കുന്നത് ഉറക്കം നല്ലപോലെ കിട്ടുന്നതിനും മാനസിക പിരിമുറുക്കം, മാനസിക സമ്മർദ്ദം, സ്ട്രെസ് നല്ലപോലെ കുറയ്ക്കുന്നതിന് ഏറെ ഉപകരിക്കുന്നു. അതുപോലെ തന്നെ അതിസാരത്തിന്, വയറിളക്കത്തിന് ജാതിക്കയുടെ കുരു ഉണക്കിപ്പൊടിച്ച് സ്വല്പം തേൻ ചേർത്ത് അല്ലെങ്കിൽ ചെറു ചൂടുള്ള വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ ജാതിക്കയുടെ ഗുണങ്ങൾ ഏറെയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ആഹാര പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുവഴി നമുക്ക് ആയുസ്സും ആരോഗ്യവും നിലനിർത്താനും സാധിക്കും.